ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ 2ാം യൂണിറ്റിന് ആമുഖമായി കൊടുത്തിരിക്കുന്ന കവിതയാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. പദം പദം ഉറച്ചു നാം. ജീവിതമെനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാനുളവാക്കി. നക്ഷത്രഗീതം ജി ശങ്കരക്കുറുപ്പ്. എന്താണ് ഇവിടെ പറയുന്ന കാര്യം? എന്താണ്? ഒരു ജീവിതമെനിക്കു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി. ആരാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രശസ്തമായ നക്ഷത്രഗീതം എന്ന കവിതയിലെ വരികളാണിവ. ഇവിടെ എന്താണ് പറയുന്നത്? ജീവിതം എനിക്ക് ചൂളയാണ്. അതിങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുരിതങ്ങൾ നിറഞ്ഞ് ഇരിക്കുന്ന ഒരു ചൂളയാണ് എൻ്റെ ജീവിതം. പക്ഷേ ആ ചൂളയിൽ നിന്നുണ്ടാകുന്ന വെളിച്ചത്താൽ ഞാൻ എന്തായി? ഭൂമിക്ക് എന്താണ്? ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ എന്താണ്? പ്രകാശം ഞാൻ പരത്തി. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഉളവാക്കി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലരെയും സഹായിക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ കണ്ടോ? ഈ പിക്ചറിൽ എന്താണ്? പാറയിൽ നിന്നുണ്ടായ ഒരു മരമാണ്. പാറയിൽ നിന്നാണ് ഈ മരത്തിൻ്റെ വേരുകളെല്ലാം കിടക്കുന്നത്. പാറയുടെ ഉൾഭാഗത്താണ്. പാറയുടെ അടിഭാഗത്തു നിന്നൊക്കെ വെള്ളം വലിച്ചെടുത്ത ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം വളർന്ന് വടവൃക്ഷമാകണമെങ്കിൽ ഇത്ര പ്രയാസം അത് അനുഭവിച്ച് കാണും. ചൂടല്ലേ? അപ്പോൾ എന്താണ്? തെളിനീർ കിട്ടണമെങ്കിൽ അതിൻ്റെ വേര് അഗാധത്തിലേക്ക് പോകേണ്ടതായി വരും. അപ്പോൾ അങ്ങനെ ജീവിതത്തോട് പൊരുതിയ ആ വടവൃക്ഷം പടർന്ന് പന്തലിച്ച് എത്രയാൾക്ക് തണലേവുകയും നമുക്ക് ചുറ്റുപാടിന് പ്രകൃതിക്ക് നമുക്ക് ജീവജാലങ്ങൾക്ക് ജീവവായുവായിട്ട് പ്രാണവായുവായിട്ടൊക്കെ പ്രാണവായുവായും അന്നമായിട്ടും ഒക്കെ ഈ മരം നിലകൊള്ളുകയും ചെയ്യാണ്. അതുപോലെ തന്നെ ആവണം മനുഷ്യർ ബുദ്ധിമുട്ടിനിടയിലും മറ്റുള്ളവർക്ക് പ്രകാശവും നന്മയും ചൊരിയാൻ നമ്മൾ എന്തായിരിക്കണം? സന്മനസ്സുള്ളവരായിരിക്കണം എന്നാണ് കവിതയിലൂടെ പറയുന്നത്. അല്ലാണ്ട് ജീവിതം എനിക്കൊരു ബുദ്ധിമുട്ടാണ്, ഇനിയിപ്പോൾ ഞാൻ മറ്റുള്ളവരെ എങ്ങനെയാണ് അപ്പോൾ സഹായിക്കുക? എനിക്ക് തന്നെ പ്രയാസങ്ങളാണെന്ന് കരുതിയിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് കത്തുന്ന ചൂളയിൽ നിന്ന് എന്തുണ്ടാവും? വെളിച്ചം ഉണ്ടാവില്ലേ? ചൂടിന് പുറമേ, ദുരിതത്തിന് പുറമേ അല്ലെങ്കിൽ ചൂടിന് പുറമേ അഗ്നിയിൽ എന്തുണ്ടാവും? നല്ല വെണ്മ, വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചം നമുക്ക് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പ്രയാസമുള്ളവർക്കും ഒരു സമൂഹത്തിൽ ഒരു കാലെല്ലാം പോയിട്ടും അങ്ങനെ പല കാലിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ തന്നെ ചെറിയൊരു കടയൊക്കെ നടത്തിയിട്ട് മറ്റുള്ളവരെ സഹായിക്കും. ചിലപ്പോൾ അതിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടിയാൽ അതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലും ചെയ്യാൻ പറ്റാണ്ട് കിടപ്പിലാകുന്ന പേഷ്യൻസ്, രോഗികളൊക്കെ ഇല്ലേ, അവർക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് നൽകിയിട്ട് സഹായിക്കുന്നവരില്ലേ. അത് തന്നെയാണ് നമുക്ക് ദുരിതമാണെങ്കിലും നമ്മൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ കുഞ്ഞു വരുമാനത്തിൽ നിന്ന് തന്നെ നമ്മൾ കുറഞ്ഞൊരു ശകലം മാറ്റിവെച്ച് നമ്മൾ മറ്റുള്ളവരെയും സഹായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ദുരിതമുണ്ട് എന്ന് കരുതി നമ്മളിനി എന്ത് ചെയ്യാനാണ്? നമുക്ക് ദുരിതം തന്നെയാണ് അങ്ങനെ കരുതി ജീവിച്ചാൽ പറ്റുമോ? ഇല്ല. നമുക്കതിൽ നിന്ന് മറ്റുള്ളവരെയും സഹായിക്കണമെന്നാണ് ജി ശങ്കരക്കുറുപ്പ് പറയുന്നത്. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ പ്രകാശം, അതിൻ്റെ വെളിച്ചത്താൽ പ്രകാശം ഞാൻ ഉളവാക്കി എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു സന്ദേശമുണ്ട്. നമ്മളെല്ലാവരും കഴിയുന്ന നന്മ ലോകത്തിന് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ചിത്രവും വരികളും വിശകലനം ചെയ്യുക. അതിലുള്ള ചിത്രം ഒരു പാറയിൽ നിന്നൊരു ചെടി ഉത്ഭവിച്ച് അതൊരു മരമായിട്ട് തീർന്നിട്ട് മറ്റുള്ളവർക്ക് പാറയിൽ ഒരു മരം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ യാതനകൾ ഉണ്ടാവും. അത് ചൂടാണ്, വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും, വേരുകൾ ദൂരേക്ക് പടർന്നു പോകണം. പല സാഹചര്യത്തിൽ നിന്നും അത് വളർന്നു വന്നിട്ട് മറ്റുള്ളവർക്ക് തണലും അന്നവും പ്രാണവായുവും ഒക്കെ മാറുന്നതാണ് ഈ പിക്ചറിലൂടെ അവർ അർത്ഥമാക്കുന്നത്. അപ്പം ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം നൽകണം.
ഈ ആശയം വെച്ചിട്ടൊരു കവിതയോ കഥയോ അങ്ങനെ എന്തെങ്കിലും രചിക്കാൻ കൂടി പറയുന്നുണ്ട്. അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾ മറ്റുള്ളവരെ സഹായിക്കുന്നതായിട്ടൊരു ചെറിയ കഥയോ കവിതയോ ഉണ്ടാക്കിയാൽ മതി. അത് പെട്ടെന്ന് തന്നെ വേറൊരു വ്യവഹാര രൂപം ഉണ്ടാക്കാൻ ഈ ആശയം ഉൾക്കൊണ്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. കുട്ടികളെല്ലാവരും അതിന് ശ്രമിക്കണം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, മറക്കല്ലേ.